പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2110 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സൻ്റെ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷനാണ് ഈ മോഡൽ പ്രിൻ്ററിന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ എപ്സൺ സ്കാൻ അല്ലെങ്കിൽ എപ്സൻ്റെ ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്സൺ സ്കാൻ 2 എന്ന ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഷോർട്ട് കട്ടായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാൻ സാധിക്കും. എന്നിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഹോം പേജ് ഉണ്ടാവുക. ആപ്ലിക്കേഷൻ്റെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ സാധിക്കും. നമുക്ക് അവിടെ പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. USB കണക്ഷൻ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് നോക്കാനുള്ള ഈ ഡോക്യുമെൻ്റ് സൈസാണ്. നോർമലി എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. A4 സൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഇമേജ് ടൈപ്പ് നിങ്ങൾക്ക് അവിടെ A4 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ കാണുന്ന ഈ ഇമേജ് ടൈപ്പ് അത് ഓട്ടോ എന്നുണ്ട്. കളർ, ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓട്ടോയിൽ കളറിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് നല്ല ക്ലിയർ ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡാർക്ക് ചെയ്യാറ് ഉണ്ടാവുക. അതിന് ശേഷം താഴെ കാണുന്ന റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ റെസൊല്യൂഷൻ ചേഞ്ചസ് ചെയ്യാൻ കഴിയുന്നതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ കപ്പാസിറ്റി കൂടും. റെസൊല്യൂഷൻ കുറയുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ സൈസ് കുറയുകയും ക്ലാരിറ്റി കുറയുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന ഒരു ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു കൂടുതൽ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ അതും ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ആ ഒരു ഓപ്ഷന്. അത് ടിക്ക് ചെയ്താണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ സാധിക്കുന്നതാണ്. പിന്നെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്, PDF ആണോ JPEG, ഏത് ഫോർമാറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ കാണുന്നത് ഫയൽ നെയിം. നിങ്ങൾ സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലായിരിക്കും പിന്നെ സേവ് ആവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ താഴെ ഫോൾഡർ, ഏത് ഫോൾഡറിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെ മോർ അല്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ച് കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ശേഷം ഇപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തത് കാരണം ഞാൻ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഈ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിലായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ പിന്നെ പ്രിവ്യൂ സ്കാനിങ് ആണ്. സ്കാൻ ചെയ്യുന്നതോടുകൂടി മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ക്രോപ്പിംഗ് പോസിബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെച്ച ഡോക്യുമെൻറ്റ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, മൗസ് പോയിൻ്റർ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്ലസ് എന്നുള്ളൊരു ഇതാവും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെറിയ വ്യത്യാസം ഞാൻ കാണിച്ചത് അവിടെ ഈ പ്രിവ്യൂവിൽ കാണാൻ സാധിക്കണ്ടില്ലേ. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കുന്നതോടുകൂടി നല്ല ഡാർക്കായിരിക്കും നമ്മളുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് വരിക. അപ്പോൾ നോർമൽ എല്ലാവരും ഓട്ടോയിലോ അല്ലെങ്കിൽ കളർ മോഡിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടുന്നതാണ്. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് കൈസർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പ്ലസ് എന്നുള്ളൊരിതായി ആ ചിഹ്നം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എവിടെയാണോ ഇതേപോലെ സെലക്ട് ചെയ്ത് കണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറേസ് എന്നുള്ളത് മസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആ സെലക്ഷൻ ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും ആ ഒരു സെലക്ഷനിൽ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ഇത്രയും ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കാൻ എന്നുള്ള കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ അത്രയും സൈസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്കാനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഫുള്ളായിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സ്കാനായി വരുന്നതാണ്. ഈ ജസ്റ്റ് സ്കാൻ കൊടുക്കുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്കാൻ കൊടുക്കുന്നതോടുകൂടി മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. അത് ജസ്റ്റ് ഒരു ഇമേജ് ഫയലായിട്ട് നമുക്ക് കാണിച്ച് തരിക മാത്രമേ ഉള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതോടുകൂടി അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഒരിക്കലും പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ഒഴിവാക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മുമ്പ് ഉപയോഗിച്ച ഫയലുകളാണ് അതിൻ്റെ അടുത്തുള്ളതൊക്കെ. കണ്ടില്ലേ, ഇതേപോലെയാണ് സ്കാൻ ചെയ്യൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.